ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സിനിമാ മേഖലയിൽ ഉണ്ടായ എല്ലാ മാറ്റങ്ങളും അനുഭവിച്ചറിഞ്ഞ മികച്ച സിനിമകളുടെ ഭാഗമായി മാറിയ നടനാണ് മധു. നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നടനാണ് അദ്ദേഹം. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി ഭാഷകളിലെ സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളികളുടെ പ്രിയ സംവിധായകൻ IV ശശിയെക്കുറിച്ച് പറയുകയാണ് മധു. ഇരുപ്പം വീട്ടിൽ ശശിധരൻ എന്ന IV ശശിയെ അറിഞ്ഞു തുടങ്ങിയത് എന്നു മുതലാണെന്ന് കൃത്യമായി പറയാനാവില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ ഉത്സവം മുതൽ ആ പേര് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് സിനിമാ ലൊക്കേഷനിലോ സ്റ്റുഡിയോകളിലോ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കാം. IV ശശി എന്ന സംവിധായക പ്രതിഭയെ പോലെ തന്നെ ശശി എന്ന മനുഷ്യനെയും താൻ എന്നും ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരുന്നു മധു പറഞ്ഞു. സിനിമയ്ക്കപ്പുറമുള്ള തങ്ങളുടെ സൗഹൃദം അങ്ങനെ ആയിരുന്നുവെന്നും വ്യക്തിജീവിതത്തിലെ പല കാര്യങ്ങളും മൂത്ത ഒരു സഹോദരനോട് എന്ന പോലെ തന്നോട് തുറന്നു പറയാൻ ശശി ഒട്ടും മടി കാണിച്ചിരുന്നില്ലെന്നും നടൻ പറയുന്നു. എന്നിട്ടും എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുപോലെയായിരുന്നു IV ശശി വിടവാങ്ങിയതെന്ന് മധു ഓർക്കുന്നു. ആ വേർപാട് മലയാള സിനിമയ്ക്കുണ്ടായ കനത്ത നഷ്ടം പോലെ വ്യക്തിപരമായി തന്നെയും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ കാലത്തെ പല സിനിമകളും കാണുമ്പോൾ അറിയാതെ ശശിയെ ഓർത്തുപോകും. ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ലാത്ത സാങ്കേതിക വിദ്യകളുടെ വലിയ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് IV ശശിയിലെ സംവിധായകൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. ആ കാലത്തെ കൂടി തിരിച്ചറിഞ്ഞു വേണം ശശിയുടെ സംഭാവനകളെ വിലയിരുത്താൻ. അത്തരമൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ IV ശശി എന്തായിരുന്നുവെന്നും ആരായിരുന്നുവെന്നും നമ്മൾക്ക് മനസ്സിലാക്കാനാവൂ മധു പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.